ഹായ് അഞ്ജന, ഹായ് ഋതിക. ക്യാമറയിൽ നിന്ന് കോഗ്നിസെന്റിലേക്ക്. ഓക്കെ, ഒരു സിംഗിൾ വേർഡിൽ എന്ത് തോന്നുന്നു? നോക്ക്, ഹാപ്പിയാണ്. ഞങ്ങൾക്കൊരു സിംഗിൾ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രൗഡാണ്. ക്യാമറേൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ പ്രൗഡാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ മെയിനായിട്ട് നിങ്ങളായിട്ടുള്ള ഒരു ടോക്ക് എന്ന് പറയുന്നത്, ഒരുപാട് കുട്ടികൾ വന്ന് പഠിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്നുണ്ട്. അതിനകത്ത് തന്നെ പലരുടെയും ആഗ്രഹം, ഇവിടെ വരുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് MNCസിലേക്ക് പ്ലേസ്ഡ് ആവുക. കോഗ്നിസെൻ്റ്, TCS, ഈവൻ ഇപ്പോൾ വലിയ വലിയ കമ്പനീസ്, ഇപ്പോൾ ഗൂഗിളിൽ വരെ പ്ലേസ് ചെയ്ത സന്തോഷമുള്ള ആൾക്കാർ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷേ പല രീതിയിലുള്ള കമ്പനികളിലേക്കായിരിക്കും നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടുക. ആ കൂട്ടത്തിൽ കുറച്ച് എന്താ പറയുക, ഭാഗ്യവും കഴിവും ഇത് രണ്ടുമുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങൾ. ഇത് ഈ വീഡിയോ കാണുമ്പോൾ, നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവണം, ഇതെങ്ങനെ കോഗ്നിസെൻ്റ് പോലത്തെ ഒരു കമ്പനിയിൽ ഒരു MNCയിലേക്ക് എനിക്ക് പ്ലേസ് ചെയ്യാം, അവരുടെ ഇൻ്റർവ്യൂസ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ടോക്കായിരിക്കും നമ്മൾ മെയിനായിട്ട്. ഓക്കെ, അഞ്ജന എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ എന്താണ് കംപ്ലീറ്റ് ഡിഗ്രി എന്തായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ എടുക്കണം എന്നുള്ള +2 കഴിയുമ്പോൾ തൊട്ട് ആഗ്രഹമുണ്ടോ കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്? താല്പര്യം അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ആണ്. ഓക്കെ, ഋതികയുടെ വീട് തൃശ്ശൂർ തന്നെയാണ്. ഋതിക എന്താ കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ PG ഓൺഗോയിങ് ആണ്. പ്രൊജക്ട് പീരീഡ് ആണ്. ആ ടൈമിൽ നമുക്ക് ജോലിയായി. ഓക്കെ, ഇനിയിപ്പം പ്രൊജക്റ്റ് മാത്രമേ സബ്മിറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഈ PG കമ്പ്യൂട്ടർ MC ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ MCA ഇപ്പം BCA ആയിരുന്നു ആദ്യം കഴിഞ്ഞു. അപ്പോൾ +2 കഴിഞ്ഞിട്ട് മോളെ പോലെ തന്നെ കമ്പ്യൂട്ടർ എടുക്കണം തന്നെയായിരുന്നു ആഗ്രഹം, അതോ വെറുതെ എടുത്തതാണോ? അല്ല, എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഓപ്പർച്യൂണിറ്റീസ്, ജോബ്, അങ്ങനെയൊക്കെ ഒരു IT ഇഷ്ടമാണ്. അപ്പം കമ്പ്യൂട്ടർ ഇപ്പം ഞാനും ഒരു എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു നമുക്ക് നോളജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. എനിക്ക് ഫീൽ ചെയ്ത്, ഒരാൾ BSc കഴിഞ്ഞ് ഒരാൾ പ്രൊജക്റ്റിൻ്റെ ടൈമിൽ തന്നെ മോള് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എടുത്തു, ക്യാമറയിൽ വന്നിട്ട് മോള് മേൺ സ്റ്റാക്ക് എടുത്തു. അപ്പം എന്തുകൊണ്ടാണ്? അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. മേൺ സ്റ്റാക്ക് എന്തുകൊണ്ട് പ്രിഫർ ചെയ്തു? കോഡിങ് ഇഷ്ടമായതുകൊണ്ട് മേൺ സ്റ്റാക്ക് പോലത്തുള്ള ഒരു നല്ലൊരു കോഴ്സ് എടുക്കാം, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവിടെ എടുത്തത്. മേൺ സ്റ്റാക്ക് പഠിച്ചു. കാരണം നിങ്ങളുടെ BCA സിലബസിലൊന്നും മേണിനെ പറ്റി ഒന്നും കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി തന്നെ അറിയുന്നത്. അപ്പോൾ എന്ത് ഫീൽ ചെയ്തു? ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ പ്രൊജക്റ്റ് ഉണ്ടാവും, അതൊരു ഗ്രൂപ്പായിട്ട് ഉണ്ടാവുക. അത് ഞങ്ങൾ ഒരാളടുത്ത് നിന്ന് വേടിക്കുകയാണ് ചെയ്തത്. അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു പൈസ കൊടുത്ത് പ്രൊജക്റ്റിന് വാങ്ങിയതില്ല. അത് നമുക്കും അത് അത്രയ്ക്ക് വലിയ പണിയൊന്നും അല്ല അത് മനസ്സിലായി. സോ അങ്ങനത്തെ ഒന്നും ചെയ്യണം, അങ്ങനത്തെ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യണം, അതായത് ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ആ ഒരു മൈൻഡിൽ അങ്ങനെ വന്നു സ്വന്തമായിട്ട് പ്രൊജക്ട് ചെയ്ത് സ്വന്തമായിട്ട് പറയാൻ പറ്റുമോ? അതായത് മേൺ സ്റ്റാക്കിൽ സ്വന്തമായിട്ട് പ്രൊജക്ട് ചെയ്ത് ഇവിടെ വന്നല്ലേ, എന്ത് തോന്നി? അതായത് എൻ്റെ പ്രൊജക്ട് റണ്ണായി അത് ഡെലിവറി ചെയ്ത് ഇപ്പം എന്ത് ഫീൽ ചെയ്തു? പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം സ്വന്തമായിട്ട് ചെയ്യാതെ ഇത്രേ ഉള്ളൂ എന്ന് തോന്നും നമുക്ക്. പഠിച്ചു വരുമ്പോൾ ഇത്രേ ഉള്ളൂ, എന്താണ് ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, വേറൊരാളുടെ ആവശ്യമില്ല എന്ന് തോന്നി. പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ സിലബസുകളിലൊക്കെ നമ്മുടെ ഈ BCA സിലബസുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം തോന്നാറുണ്ടോ? കാരണം ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് കോളേജിൽ തന്നെ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള ലാംഗ്വേജസ് അവിടെ കൊണ്ടുവരാം. ഞങ്ങളെപ്പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അത് ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികളുടെ ഒരു ഭാവി നോക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് മിക്കവാറും കുട്ടികളെ വാങ്ങാൻ, കാരണം ആകെ കുറച്ച് സമയം തരും പോയി വാങ്ങേണ്ടി വരും. PGനെ പോലെ തന്നെ സെൽഫായിട്ട് പ്രൊജക്റ്റ് ചെയ്യണം, ഗ്രൂപ്പ് മാറ്റിയിട്ട് സെൽഫായിട്ട് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മോളിൽ ഇത് അതായത് BCA ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഒരു ഡിറ്റർമിനേഷൻ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ MC എടുക്കണം എന്നൊരു തോന്നലുണ്ടാവില്ല. അപ്പം എന്തായാലും IT ആണ് കരിയർ എന്ന് ഉറപ്പിച്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൈത്തൺ ഫുൾ സ്റ്റാക്ക് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ മോൾക്ക് എങ്ങനെയാണ് ഈ പൈത്തൺ ഫുൾ സ്റ്റാക്ക് തന്നെ എടുക്കണമെന്നായിരുന്നു മൈൻഡിൽ? അതെ, പൈത്തൺ എടുക്കണം തന്നെയായിരുന്നു. മീൻസ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിരുന്നു പൈത്തൺ. അപ്പോൾ പൈത്തൺ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പൈത്തൺ പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തൊക്കെ തോന്നി? അതായത് പൈത്തണിൻ്റെ പവർഫുൾ സൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? അതൊക്കെ കോഡിങ് നല്ല പേടിയായിരുന്നു.
പിന്നെ ഇപ്പോൾ പഠിച്ചപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല, നമ്മളെ കൊണ്ടെല്ലാം പറ്റും എന്നുള്ളത് തോന്നലാണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റാണ് പഠിച്ചിരിക്കുന്നത്. ഈ ഫുൾ സ്റ്റാക്കിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകുമ്പോൾ എന്തൊക്കെ, അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂസിനെ ഹെൽപ്പ് ചെയ്തോ നമുക്ക് അതിലേക്ക് വരാം. അല്ലെങ്കിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് എടുത്തപ്പോൾ എന്തൊക്കെ ഒരു നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ UI തൊട്ട് എല്ലാം നമ്മൾ. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഫുൾ സ്റ്റാക്ക് ഒരു ട്രെയിനിങ് എടുക്കുമ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കമ്പനീസ് ഫുൾ ഇപ്പോൾ ഫോക്കസ്ഡ് ഫുൾ സ്റ്റാക്ക് ആണ്. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് അങ്ങനെ നോക്കുന്നില്ല, ഫുൾ സ്റ്റാക്ക് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ മീൻസ് നമുക്കതിൽ എപ്പോഴും ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എടുക്കുന്നതിന് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഡേറ്റാബേസ് സൈഡ് വരെ നിങ്ങൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിനകത്ത് നിങ്ങൾ UI കവർ ചെയ്തിട്ടുണ്ട്, സെർവർ സൈഡ് പിന്നെ ഡേറ്റാബേസ് സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്തോ? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് പ്രൊജക്റ്റ്, എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഹോസ്പിറ്റൽ, നമ്മളും അത് തന്നെയാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയറും വരുന്നത്. ഓക്കെ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് സ്വന്തമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഉറപ്പാണ്? കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജേർണി. സ്കൂള്, കോളേജ്, അതിനുശേഷം വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ തീരുമാനിച്ച് രണ്ടുപേരും ഡെവലപ്മെൻറ്റിലേക്ക് പ്രോഗ്രാമിംഗ് സൈഡ് എടുത്തു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ്. ഇപ്പോൾ ഇനി വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂ സൈഡാണ്. നിങ്ങൾ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആക്ച്വലി ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള എല്ലാവരും, ഞാൻ ഇവരോട് പറയും, നമ്മൾ ഒരിക്കലും പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നതിനപ്പുറത്ത് കുട്ടി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. ഞങ്ങളുടെ ആക്ച്വൽ പ്രൊഡക്റ്റ് ജോലിയാണ്, ശരിയല്ല, ജോബ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ, അതായത് നിങ്ങൾ ആ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, അപ്പം കോഗ്നിസൻ്റ് പോലത്തെ ഒരു കമ്പനിയുടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഋതിക, കോഗ്നിസൻ്റ് ഇൻ്റർവ്യൂസിൻ്റെ ഒരു എത്ര റൗണ്ടുകൾ ഉണ്ടായിരുന്നു? അതിൻ്റെ കോൾ വന്നപ്പോൾ തൊട്ട് അല്ലെങ്കിൽ റെസ്യൂംസ് അപ്പോൾ തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയും. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം നല്ല കുഴപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ആണ് എന്നൊരു മെസ്സേജ് വന്നപ്പോൾ, മെയിൽ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അത് എങ്ങനെയും കിട്ടണം എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഭയങ്കര ഹെൽപ്പ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, മീൻസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ, മീൻസ് ടെക്നിക്കൽ ഇത് ചോദിക്കാം, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഏത് മിസ്സായിരുന്നു പഠിപ്പിച്ചത്? എന്നെ ദീപിക മിസ്സാണ് പഠിപ്പിച്ചത്. അങ്ങനെ അത് പ്രിപ്പയർ ചെയ്തു. അപ്പം ഫസ്റ്റ് HR-ഉം ടെക്നിക്കലും ഒരു സാറായിരുന്നു ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും അറിയില്ല എന്നുള്ളതൊന്നും ടെക്നിക്കലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു, മീൻസ് വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ ഇതാണ് എന്നെ വിളിച്ച് പറഞ്ഞ് വന്നിട്ടുണ്ട്, നോക്കി അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഓഫർ ലെറ്റർ വന്നു. വലിയൊരു സന്തോഷം നിമിഷം തന്നെയാണ് കോഗ്നിസന്റിലേക്കൊക്കെ ഫസ്റ്റ്. ഇനി അവരുടെ ട്രെയിനിങ് ഒക്കെ വരാൻ പോകുന്നുള്ളൂ. ഇറ്റ്സ് എ വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി നമുക്ക് മോളോട് ചോദിക്കാം, മോളുടെ ഫസ്റ്റ് ഇത് തൊട്ട് എങ്ങനെയായിരുന്നു? അതായത് ഇത് വന്നു, മോൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുത്തു ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി? കോഗ്നിസന്റിന്റെ ഇത് ക്രാക്ക് ചെയ്യാൻ മോള് ഇപ്പം പ്രോസസ്സുകൾ പറഞ്ഞു, എത്ര റൗണ്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. മോൾക്ക് ഇനി എന്താ പറയാൻ, മോൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു ഈ ഒരു ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതുണ്ട്. അപ്പോൾ അത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു? ഒരു 2-3 days മുന്നെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്തു. 2-3 days മുന്നേ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് വന്നപ്പോൾ എപ്പോഴും വില്ലനായിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിക്കേഷൻ റൗണ്ട് ആണ്. ഭയങ്കര ടഫാണ് കമ്മ്യൂണിക്കേഷൻ റൗണ്ട് പാസ്സാവാന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. ലൈക്ക് എന്തൊക്കെയാണ് യൂട്യൂബിൽ കുറേ അതിനെക്കുറിച്ച് കോഗ്നിസന്റിന്റെ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് എങ്ങനെയാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഒരു ആക്സെന്റ് കുറെ ട്രൈ ചെയ്തു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡേ കഴിഞ്ഞു, ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ലൈക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയില്ല, ലൈക്ക് സൈലന്റ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചു കുറേ സ്റ്റെപ്സ് ഉണ്ട്. കുറച്ച് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോ? അല്ല, അവര് അവര് ഒരു ആക്സെന്റ് പറയും, ഒരു സെന്റൻസ് പറയും, അത് ഒരു 2 seconds ഒക്കെ ഉണ്ടാവുള്ളൂ. അത് റിപ്പീറ്റ് ചെയ്യില്ല അവര്. കേട്ട സാധനം നമ്മൾ തിരിച്ചു പറയണം. സോ അത് അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് അറിഞ്ഞിരിക്കും. അതായത് അങ്ങനത്തെ ഫസ്റ്റ് റൗണ്ട് അങ്ങനെയാണ് വരുന്നത്. നമ്മള് അത് കുറെ ഉണ്ട്, ഗ്രാമറിന്റെ ഉണ്ട്, കുറെ സെക്ഷൻസ് ഉണ്ട് അതില്. അല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് അതോ ആപ്റ്റിറ്റ്യൂഡിന് മുമ്പ് ഇതായിരുന്നു? കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് റൗണ്ട് വെച്ചിരുന്നത്. അതൊരു പുതിയ, കാരണം നോർമലി ആൾക്കാർ ഫിൽറ്റർ ചെയ്യാൻ ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇപ്പൊ കാണുന്ന എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നമ്മുടെ സിലബസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആഡ് ചെയ്തതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഫസ്റ്റ്
കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് വെച്ചത്. അത് ഇനി ഇത് തന്നെയായിരിക്കും കമ്പനീസ് പാറ്റേൺ. അതായത് ഇവരുടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പാറ്റേൺസ് മറ്റ് കമ്പനികൾ അഡാപ്റ്റ് ചെയ്യും. കാരണം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, അങ്ങനെ പറയണം. പിന്നെ ഒരു ടോപ്പിക് വന്നിട്ട് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സമയം തരും. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കാം. 40 സെക്കൻഡ്സ് ഒക്കെ അതിനുവേണ്ടി സംസാരിക്കാം. ഞാൻ ആ സെന്റൻസ് കേൾക്കുമ്പോൾ അത് റൈറ്റ് ചെയ്തേക്കും. ലൈക്ക് കേൾക്കുന്നത് എന്താണോ കേട്ടത് അത് എഴുതിയേക്കും. ആ കേട്ട സാധനം തിരിച്ചു പറയും. അങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഞാൻ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കിട്ടില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ. ദെൻ ഡേ ആഫ്റ്റർ ഡേ തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡ് വന്നത്. ആപ്റ്റിറ്റ്യൂഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അത് ഓൾറെഡി നല്ലതായിരുന്നു. എല്ലാം കംപ്ലീറ്റ്. ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ റൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്റർവ്യൂ എക്സ്പെക്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇന്റർവ്യൂ തലേ ദിവസമാണ് ഇന്റർവ്യൂവിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നത്. പ്രിപ്പയർ ചെയ്തിട്ടില്ല, അറിയുന്നുണ്ടായിരുന്നില്ല കിട്ടുമോ കിട്ടില്ലേ എന്ന്. അങ്ങനെ വന്ന് ഇന്റർവ്യൂ വന്ന് ആ ഷെഡ്യൂൾ കണ്ടപ്പോൾ തുടങ്ങി എന്താണ് JD സാറിനോട് ചോദിച്ചു എങ്ങനെയാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ സെൽഫായിട്ട് കുറെ നോക്കി, എന്നിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക, എന്തൊക്കെ കോഗ്നിസന്റ് അവർ ചോദിക്കും, HR ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എങ്ങനെ സെൽഫ് ഇൻട്രോ പറയണം, അതൊക്കെ നോക്കി വെച്ച് ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അവർ ചോദിക്കുക എന്നുള്ളത് എഴുതി വെച്ചു. സോ തലേ ദിവസം ഒരു 5-6 വട്ടം വായിച്ച് നോക്കി അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ. ഇന്റർവ്യൂ വാസ് ടു ഗുഡ്. ലൈക്ക് മാം ഇംപ്രസ്ഡ്. ലൈക്ക് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. കോൺഫിഡൻസ് നല്ലതാണ്. ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, എനിക്ക് ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് കിട്ടി. കാരണം ആളുടെ ശരിക്കും നമ്മൾ നന്നായിട്ട് ഇന്റർവ്യൂ പ്രസന്റ് ചെയ്താലേ നമുക്ക് ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ ഒന്ന് മനസ്സിലാവും. അവരെന്നെ സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സെൽഫ് ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഓക്കെ, വെൽ പ്രിപ്പയർഡ് ആണല്ലോ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടും. അതെ, നമുക്ക് പേടി ഉണ്ടാവില്ല. സോ കോമൺ ആയിട്ട് പറഞ്ഞു പോയി ചോദിക്കുന്നതിനനുസരിച്ച് ആൻസർ. ഇപ്പൊ മോള് പറഞ്ഞിട്ടാണ് മെയിൽ കയറി നോക്കുന്നത് അല്ലേ? അപ്പോ മെയിൽ കണ്ടപ്പോ എന്ത് തോന്നി? ഞങ്ങള് ഡെയിലി ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു ടൈമിൽ വിളിച്ചു. അപ്പൊ മെയിൽ വന്നിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുണ്ടെന്ന് നോക്ക്. എന്നപ്പോ അയ്യോ ഞാൻ വിളിക്കാൻ പറഞ്ഞ് കട്ട് ചെയ്യണം. ശരിക്കും ഒന്ന് റീഡ് ചെയ്ത് പോലും നോക്കിയില്ല. ഓഫർ ലെറ്റർ വന്നു പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് ഞാന് ആ സമയത്ത് പുറത്തായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിനോടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ അച്ഛനെ കണ്ടു. അവരുടെ അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. എല്ലാരും ഹാപ്പി ആയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോളിപ്പോ ഇത്രയും കാലം ഞാൻ വെറുതെ പഠിപ്പിച്ചതല്ല അല്ലേ? അങ്ങനെയല്ല, ഭയങ്കര ഹാപ്പി. ഒരു ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്, കാരണം അവര് ഈ പേരൻസ് എപ്പോഴും നമ്മൾ ടഫായിട്ട് നിൽക്കുമെങ്കിലും അവര് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചില അച്ഛന്മാരൊന്നും വലിയ എക്സ്പ്രഷൻസ് ഇട്ടില്ല, അവർ ഉള്ളിലുണ്ടല്ലോ സന്തോഷം കൊണ്ടങ്ങ് നിറയും. അമ്മമാര് കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യായിരിക്കും. അപ്പൊ ആദ്യം അച്ഛനോട് പറഞ്ഞു, പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി. വീട്ടില് അമ്മ അടുത്തൊക്കെ പറഞ്ഞു. എല്ലാരും ഹാപ്പി. പിന്നെ ഓഫർ ഞങ്ങൾക്ക് ഒരു 24 hours ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോ JD സാറ് വെച്ച് കുറെ നേരം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കോൺഫറൻസ് ഇട്ട് കുറെ ഹെൽപ്പ് ചെയ്തു. കാരണം അറിയില്ല ഒരു MNC ആണ്, അപ്പൊ എന്താ ചെയ്യണം, ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ സാറാണ് ഹെൽപ്പ് ചെയ്തത്. ആണല്ലേ? പ്രത്യേകം JD സാറിനോട് പറഞ്ഞേക്കാം. മോൾക്ക് മെയില് അപ്പൊ മോളാണ് ആദ്യം കണ്ടത്. ഇതേപോലെ നോക്കിക്കൊണ്ടേയിരിക്കരുത്. ഞങ്ങള് എല്ലാ ഡെയിലി നോക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ല, മെയിൽ എന്തായാലും ഇന്നും ചെക്ക് ചെയ്യാറുണ്ട്. ജോബ് നോക്കണമെന്ന് ഇന്ന് മെയിൽ ചെക്ക് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തതാ. അപ്പോഴാണ് ഓൾറെഡി 4 weeks ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മെയിൽ വരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് 4 weeks ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് 4 weeks കഴിഞ്ഞിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് നമ്മള് വിട്ടിട്ടുണ്ടോ മൈൻഡിൽ വിട്ടു, വേറെ നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. സോ വെറുതെ ഒന്ന് മെയിൽ നോക്കിയപ്പോ കോഗ്നിസന്റ് ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. കോഗ്നിസന്റ് മെയിൽ തുറന്നു നോക്കിയില്ല, അതിന്റെ അടിയിൽ തന്നെ ഓഫർ ലെറ്റർ കണ്ടപ്പോ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഓഫർ ലെറ്റർ ആയിരുന്നോ? ലൈഫിൽ ആദ്യത്തെ ഓഫർ ലെറ്റർ ആയിരുന്നു. അത് കണ്ടപ്പോ ഒന്ന് സൈലന്റ് ആയി, തിങ്ക് ചെയ്തു എങ്ങനെയായിരുന്നു ഇത്രയും ടൈം ഉണ്ടായിരുന്നത്. ചേച്ചിനെ വിളിച്ചു, പറഞ്ഞു വന്നിട്ടുണ്ട് നോക്ക്. എന്താണ് ആദ്യം വിളിച്ചത് ചേച്ചീനെയാണ്. ചേച്ചി അവൾക്ക് വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. അച്ഛനെ വിളിച്ചു, അച്ഛനൊന്ന് സൈലന്റ് ആയി. സൈലന്റ് ആയിട്ട് പറഞ്ഞു അതെയോ എന്താണ്, ലിറ്ററലി കരയായിരുന്നു ഞാൻ. അച്ഛന് നല്ലൊരു കമ്പനിയിൽ കിട്ടണം തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. MNC കിട്ടണം.
അച്ഛനും അമ്മയും ചേച്ചിയും happy happy ആയിരിക്കുന്നു. അതെ. ഓക്കെ, ഇനിയിപ്പം നിങ്ങളിപ്പം ചേച്ചി എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നിങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ നിന്നാണ്, ആള് സീനിയറാണ്. ഏതാണ് നിങ്ങളുടെ കോളേജ്? ഏതാണ്? കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര. ചേലക്കര. അപ്പോൾ കോളേജിലുള്ള എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ജൂനിയേഴ്സിന് ഇതൊരു മോട്ടിവേഷൻ ആവണം. നിങ്ങളുടെ ടീച്ചർമാർ ഈ വീഡിയോ എന്തായാലും കാണണം. അവർ കാരണം അവിടെ നിന്ന് പഠിച്ച് ഇങ്ങനെ ഒരു കോഗ്നിസന്റ് പോലത്തെ ഒരു കമ്പനിയിലേക്ക് എത്താൻ പറ്റുന്ന അവിടെയുള്ള എല്ലാവർക്കും നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ. നമ്മുടെ സക്സസ് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു, എന്നെക്കൊണ്ട് ഇത് പറ്റും. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കുട്ടികളും ഒരുപാട് കോൺഫിഡൻസോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല. അപ്പം അവർക്ക് ഈ ഒരു വാക്ക് ഇപ്പം മോള് പറഞ്ഞില്ലേ, 4 weeks കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഫർ ലെറ്റർ ലൈഫിൽ കിട്ടിയെന്ന് പറയുന്നത്, ഇത് ചിലപ്പോൾ ഒരാൾക്ക് എന്താ പറയുക ട്രിഗർ ചെയ്യും. ഓ ആ ചേച്ചിക്ക് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടും. അപ്പോൾ മോൾക്ക് ഇപ്പം എനിക്കത് നിങ്ങൾ രണ്ടുപേരും ചേച്ചിന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു, ഒരേ കോളേജിൽ നിന്ന് വന്ന് ഒരേ ഇവിടെ പഠിച്ച് ഒരേ കമ്പനിയിലേക്ക് നിങ്ങളിപ്പോൾ പോകുന്നു. വണ്ടർഫുൾ. അവിടെ ചെന്നാലും നിങ്ങൾ ഈ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുക, ഒരാൾക്ക് ഹെൽപ്പായിട്ട് നിൽക്കുക. നമ്മളൊരു പുതിയ സ്ഥലത്തേക്കല്ലേ, നിങ്ങൾ പോകുന്ന സ്ഥലത്തെ പറ്റി പറയൂ. എന്ത് തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? ചെന്നൈ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. പക്ഷെ ചെന്നൈ, ഞാൻ പറയട്ടെ, ചെന്നൈ ചൂടുണ്ടാവും. പക്ഷെ നമ്മുടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അതായത് സൗത്ത് ഇന്ത്യൻ സെലിബ്രിറ്റീസോട് ആര് ചോദിച്ചാലും, ഇവൻ തെലുഗു ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കന്നഡയിൽ നിന്നായിക്കോട്ടെ, ഈവൻ മലയാളികൾ ഫോർ ഷുവർ, അവരുടെയൊക്കെ ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ചെന്നൈയാണ്. എല്ലാവരും സെറ്റിൽ ആയിരുന്ന സ്ഥലം ചെന്നൈയാണ്. ഇപ്പോഴാണ് കുറേയൊക്കെ കൊച്ചിയിലേക്ക് മൂവ് ചെയ്ത് വന്നത്. സോ വണ്ടർഫുൾ പ്ലേസ് ആണ് ചെന്നൈ. നമ്മൾ ചൂട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെന്നൈ പോയി താമസിച്ച പലരും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് ചെന്നൈ വിട്ടു വരാൻ തോന്നില്ല എന്ന്. അത് ബാംഗ്ലൂർ ജില്ല അങ്ങനെയുണ്ട്, ബാംഗ്ലൂരിനും ചെന്നൈക്കും അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അപ്പൊ ചെന്നൈയാണ്. എക്സൈറ്റഡ് ആണോ? ചെന്നൈ ആണല്ലേ? ചെന്നൈ പോയിട്ടുണ്ടോ? ചെന്നൈ പോയിട്ടുണ്ട്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആ ജേർണി മൊത്തം പറഞ്ഞു. നിങ്ങൾക്ക് ഫസ്റ്റ് കോള് വന്നത് തൊട്ട് റെസ്യൂം ഫിൽറ്റർ ചെയ്ത് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, ടെക്നിക്കൽ റൗണ്ട്, HR റൗണ്ട് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, പെട്ടെന്ന് വിട്ട് കളയരുത്. 4 weeks ഒക്കെ കഴിയുമ്പോഴാണ് ഓഫർ വരിക. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഒരുപാട് ഇന്റർവ്യൂസ്, മേ ബി എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ ഇന്റർവ്യൂ എടുത്തതിൽ നിന്ന് വേണമല്ലോ നിങ്ങളെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അങ്ങനെ 4 weeks കൊണ്ട് നിങ്ങൾക്ക് ഓഫർ വന്നു. 24 hours നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് കോഗ്നിസന്റിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ചെന്നൈയിലേക്ക് എപ്പോൾ ആയിരിക്കും? ഞാൻ 15th മോർണിംഗ് പോവും. 16th എന്നാ നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ആയിരിക്കും. ട്രെയിനിങ്ങിനെ പറ്റി അവർ എന്തെങ്കിലും പറഞ്ഞു? എന്തായിരിക്കും ട്രെയിനിങ്? ഫസ്റ്റ് ഓൺബോർഡിംഗ് പ്രോസസ്സ്. അപ്പോൾ ഓൺബോർഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ജസ്റ്റ് കമ്പനിയിലേക്ക് നമ്മൾ ഓൺബോർഡ് ചെയ്യുകയാണ്. നിങ്ങളെ അവരുടെ എംപ്ലോയ്മെന്റ് തരികയാണ്, ഒരു എംപ്ലോയി ആക്കി മാറ്റുകയാണ്. സോ ഫസ്റ്റ് ട്രെയിനിങ്ങിലേക്കായിരിക്കും പോവുക. അതിനെപ്പറ്റി വല്ല ഐഡിയാസ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തായിരിക്കും നടക്കാൻ? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞ ഐഡിയ ഞാൻ പറയാം. മെയിനായിട്ട് നിങ്ങൾക്ക് പല വേർട്ടിക്കൽസ് ഉണ്ടാകും കോഗ്നിസന്റിൽ. വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ നിന്നോ അതിനേക്കാളും ഒരു 10 times സൂപ്പറായിട്ട് സ്മാർട്ടായിട്ട് അവിടെ നിൽക്കണം. നിങ്ങൾക്ക് ആ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ പ്രൊജക്റ്റ് അസൈൻ ചെയ്ത് തരും, ലൊക്കേഷൻസ് ഡിഫൈൻ ചെയ്ത് തരും. അപ്പം നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് കാര്യമില്ല, മേ ബി എവിടെ വേണേലും ആവാം നമ്മുടെ ഇത്. അത് പക്ഷേ നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉള്ള പ്രൊജക്റ്റ്. കാരണം മേണും പൈത്തണും പഠിച്ച ആളാണ്. അപ്പോൾ മാക്സിമം അതിലേക്ക് തന്നെ കയറാൻ നിങ്ങൾ ഈ ട്രെയിനിങ് പീരീഡ് യൂസ് ചെയ്യണം കേട്ടോ. മാക്സിമം ഫോക്കസ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ പലയിടത്തും നല്ല കുട്ടികൾ കാണും. അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരാൻ പോണേ. എല്ലാവരോടും സംസാരിക്കുക. നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്, പുറകോട്ട് നിൽക്കണ്ട, മുമ്പോട്ട് കയറി പോവുക. എല്ലാവരോടും സംസാരിക്കുക, എല്ലാവരുമായിട്ടും നല്ല റിലേഷൻഷിപ്പ്. പിന്നെ നമ്മുടെ ക്യാരക്ടർ, നമുക്ക് ഓൾറെഡി നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ നമുക്കൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ആ ക്യാരക്ടറിൽ നമ്മൾ ഒരിക്കലും മാറണ്ട. കാരണം നമുക്ക് എല്ലാവരും പല മിക്സ്ഡ് കൾച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ആ മിക്സ്ഡ് കൾച്ചറിൽ നമ്മളൊരു പാർട്ടാണ്. നമ്മുടേതായ കുറച്ച് വാല്യൂസ്, ഞാൻ പറയുന്ന ഒരിക്കലും നമ്മുടെ സ്റ്റൈലോ ഡ്രസ്സിങ്ങോ ഒന്നുമല്ല കേട്ടോ. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും, ട്രെൻഡിനനുസരിച്ച് മാറി. ഞാൻ പറയുന്നത് വാല്യൂസ് വി കീപ്പ്. നമ്മൾ വളർന്നു വന്നപ്പോൾ വാല്യൂസ് ഉണ്ട് നമ്മുടെ ഇതിൽ, അത് നമ്മൾ കീപ്പ് ചെയ്യുക എവിടെ പോയാലും. നിങ്ങൾ ചിലപ്പോൾ നാളെ ഓൺസൈറ്റ് പോകാം. കോഗ്നിസൻ്റൊക്കെ ഒരുപാട് ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വിദേശങ്ങളിലേക്ക് വിടും, നിങ്ങൾ യൂറോപ്യൻ, അമേരിക്കൻ. അപ്പോൾ അവിടെ പോകുമ്പോഴും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക്, ഇനി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. അപ്പോൾ എവിടെ പോയാലും പിന്നെ വർക്ക്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര വലിയ കമ്പനിയാണേലും എത്ര ചെറിയ കമ്പനിയാണേലും നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാനുള്ള വർക്കാണ് അവർ തരുള്ളൂ. ആ വർക്കിൽ 100% നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. വേറെ ഒന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കിയല്ല. അവിടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണം, സിനിമ, ഇതൊക്കെ ഫസ്റ്റ് വർക്ക്. അതാണ് നമ്മൾ ആദ്യം വർക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും നേരം നിങ്ങളുടെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്.
ആൻഡ് 100% എനിക്ക് ഉറപ്പാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. കോഗ്നിസൻ്റ് പോലത്തുള്ള കമ്പനികളിലേക്ക് എങ്ങനെ പ്ലേസ് ആവാണെന്നുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. Thank you, sir.